രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡേ കെയർ പോഷകാഹാര പുനരധിവാസ കേന്ദ്രമായി വയനാട്ടിലെ ഒരു സർക്കാർ ആശുപത്രി. നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രമാണ് തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കാനും പോഷകാഹാരം നൽകാനും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ചൈൽഡ് ഹെൽത്ത് അസസ്മെന്റ് മോണിറ്ററിംഗ് പ്രോഗ്രാം എന്ന പേരിൽ നൂൽപ്പുഴ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഡേ കെയർ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് നൂൽപ്പുഴ പഞ്ചായത്തിൽ പ്രായത്തിനനുസരിച്ച് തൂക്കമില്ലാത്ത 94 കുഞ്ഞുങ്ങളുണ്ട്. ഇതിൽ 17 കുട്ടികൾക്കാണ് തീരെ ശരീരഭാരമില്ലാത്തത്. ഈ കുട്ടികൾക്ക് പോഷകാഹാരം നൽകുകയും ദൈനംദിന ആരോഗ്യ പരിശോധനകൾ നടത്തുകയുമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. രാവിലെ കുട്ടികളെ കൊണ്ടുവരാനും വൈകിട്ട് വീട്ടിൽ കൊണ്ടുവിടാനും വാഹന സൗകര്യമുണ്ട്. പകൽ സമയത്ത് ന്യൂട്രീഷനിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുക. രാത്രി കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തയക്കും. ഡോക്ടറുടെ പരിശോധനയും കൃത്യമായി നടക്കും. അവരുടെ ഫുൾ ഡേ ഉള്ള മീല് നമ്മൾ അവരെ ഉറപ്പുവരുത്താണ്, എൻഷുർ ചെയ്യാണ്. അവർ കഴിക്കുന്നു എന്നുള്ളതല്ല, അവർക്ക് കിട്ടുന്നു എന്നുള്ളത്. രാത്രിയത്തെ നമ്മൾ ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ പോലും പക്ഷെ അവർ കഴിക്കുന്നു എന്നുള്ള വിശ്വാസം. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അതിൻ്റെ വെയിറ്റ് മോണിറ്ററിങ് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ അഡ്മിറ്റ് ആയ ഒരു എഫക്റ്റ് തന്നെ വരുത്തുന്നുമുണ്ട്. എന്നാൽ അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ പോയി തിരിച്ചു പോകാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ ഇതിൽ കൂടെ ഒരുക്കി കൊടുക്കും. ഒരു ബാച്ചിൽ 6 കുട്ടികളാണ് ഉണ്ടാവുക. ഇത് 2 ആഴ്ച മുതൽ 20 ദിവസം വരെ നീണ്ടു നിൽക്കും. കുട്ടികൾക്കൊപ്പം എത്തുന്ന രക്ഷിതാക്കൾക്ക് പകൽ സമയങ്ങളിൽ കൈത്തൊഴിൽ പഠിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലാണ് വയനാട്ടിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളത്. കമൽ, മികച്ചൊരു പദ്ധതി തന്നെയാണല്ലോ. ഇപ്പോൾ നൂൽപ്പുഴയിലെ കാര്യം മാത്രം കമല സ്റ്റോറിയിൽ പറയുന്നുണ്ടായിരുന്നു. കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു സംവിധാനം അവിടെ വരുന്നത് അത് ഉചിതം തന്നെയാണ്. എങ്ങനെയായിരിക്കും പ്രവർത്തനമൊക്കെ പോവുക? വയനാട്ടിലെ നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് തത്സമയത്തിൽ തന്നെ മുൻപ് പലതവണ നമ്മൾ പങ്കുവച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഫിസിയോതെറാപ്പിക്ക് റോബോട്ടിക് സംവിധാനം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞതാണ്. നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മൾ കയറി ചെന്നാൽ ഒരു സർക്കാർ ആശുപത്രിയാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളും സേവനങ്ങളും ഒക്കെ നൽകുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. ഇന്ത്യയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനുള്ള പുരസ്കാരമടക്കം നേടിയിട്ടുള്ള ആശുപത്രിയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കായി ഒരു ഡേ കെയർ സെൻറ്റർ തന്നെ തുടങ്ങിയിരിക്കുന്നത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഫണ്ട് നീക്കിവെച്ച് മുൻകൈയെടുത്താണ് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നൂൽപ്പുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരുപാട് ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുള്ള പ്രദേശമാണ്. അവിടെ 94 കുട്ടികൾക്കാണ് ഈ പ്രായത്തിനനുസരിച്ച് തൂക്കമില്ലാത്ത കുഞ്ഞുങ്ങളായി 94 കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയത്. അതിൽ 17 പേർക്ക് വളരെ ശരീരഭാരം കുറവാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പകൽ സമയത്ത് പോഷകാഹാരം നൽകാനും അവരുടെ ആരോഗ്യനില മോണിറ്റർ ചെയ്യാനൊക്കെയുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ വാഹനത്തിൽ, ആശുപത്രിയിൽ നിന്നുള്ള വാഹനത്തിൽ രാവിലെ കൊണ്ടുവരും, വൈകിട്ട് കൊണ്ടുപോകും. പകൽ ന്യൂട്രീഷനിസ്റ്റ് നിർദ്ദേശിക്കുന്ന ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകുക. രാത്രിക്കുള്ള ഭക്ഷണം പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊടുത്തുവിടാനുള്ള സംവിധാനവുമുണ്ട്. മാത്രമല്ല ഡോക്ടറുടെ റെഗുലറായിട്ടുള്ള പരിശോധനയും ഈ കേന്ദ്രത്തിൽ ഉണ്ടാകും. അത്തരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള വളരെ നല്ലൊരു പദ്ധതിയാണ് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി നടപ്പാക്കിയിരിക്കുന്നത്. പഞ്ചായത്താണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. എന്തായാലും കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായി വളരട്ടെ. ഈ പോഷകാഹാരക്കുറവ് മൂലം ഒരു കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിലെ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇടവെക്കുന്നത് തന്നെയാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു പദ്ധതി ഒരുക്കൊണ്ട് വരിക എന്ന് പറയുന്നതും അത് ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ്. കമൽ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ആരോഗ്യമുള്ളവരായി വളരട്ടെ.